മിണ്ടാതിരിക്കും, എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്. നമ്മൾ പറയാറില്ലയോ? എപ്പോഴാ പറയാ? ദേഷ്യം വരുമ്പോ അല്ലെ? അപ്പൊ ദേഷ്യം എന്ന് പറയുന്നത് ഗുസ്സ. മിണ്ടാതിരിക്കേ എങ്ങനെയാ പറയാ? ചുപ് രഹോ. ചുപ് രഹോ എന്ന് പറഞ്ഞ മിണ്ടാതിരിക്കേ എന്ന് പറയുന്നതാ. എന്നെ ദേഷ്യം പിടിപ്പിക്കരുത് എങ്ങനെയാ പറയാ ഹിന്ദിയില്? എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്. മുജെ ഗുസ്സ മത് ദിലാവോ. മത് ദിലാവോ എന്നാ പറയാ കേട്ടോ. മുജെ ഗുസ്സ മത് ദിലാവോ. ഇനി അതുപോലെ ഞാൻ ആരാന്ന് നിന്നെ കാണിച്ചു തരാം. നമ്മൾ പറയില്ലേ, ഞാൻ കാണിച്ചു തരുന്നില്ല, ഞാൻ ആരാന്ന്. എങ്ങനെ ഹിന്ദിയിൽ പറയാ? मैं तुम्हें दिखाऊंगा कि मैं कौन हूं. मैं तुम्हें दिखाऊंगा അല്ലെങ്കിൽ दिखाऊंगी कि എന്താണ്? मैं कौन हूं. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ നിന്നെ കാണിച്ചു തരാം, ഞാൻ ആരാന്ന് നിന്നെ കാണിച്ചു തരാം എന്ന് പറയുന്നതാ. ഇനി അതുപോലെ നമ്മൾ ചോദിക്കത്തില്ലയോ, നിനക്ക് എന്താ ഭ്രാന്താണോ? ആർ യു മാഡ് എന്നെങ്ങനെ ഹിന്ദിയിൽ ചോദിക്കുക? ക്യാ തും പാഗലോ? ക്യാ തും പാഗൽ ഹോ. നിനക്ക് എന്താ ഭ്രാന്താണോ എന്ന് ചോദിക്കുന്നതാ. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇങ്ങനെയുള്ള സെന്റൻസുകളെല്ലാം നമ്മൾ എവിടെ യൂസ് ചെയ്യുന്നത്? ദേഷ്യത്തിൽ ഒരാളോട് സംസാരിക്കുമ്പോ അല്ലെ? അപ്പൊ അടുത്ത വീഡിയോ, നമ്മുടെ മെയിൻ ചാനലിലെ അടുത്ത വീഡിയോ എന്ന് പറയുന്നത് നാളത്തെ വീഡിയോ. ഓക്കെ, ഈ ഒരു ടോപ്പിക്കാണ് ആംഗ്രി സെന്റൻസസ് കേട്ടോ. എനിക്കൊരു കമന്റ് ഉണ്ടായിരുന്നു, ദേഷ്യത്തിൽ നമ്മൾ സംസാരിക്കുന്ന സമയത്തുള്ള സെന്റൻസുകൾ. അതാണ്. അപ്പൊ അടുത്ത ക്ലാസ്സിൽ നമുക്കൊരു 50 സെന്റൻസസ്, നമുക്ക് ദേഷ്യം വരുമ്പോൾ നമ്മൾ സംസാരിക്കുന്ന ഒരു 50 സെന്റൻസുകൾ നോക്കാം കേട്ടോ. കൂടാതെ തന്നെ നമ്മുടെ ഈ ചാനലിൽ മെമ്പേഴ്സ് ഓൺലി ഗ്രൂപ്പിൽ ഒരു 30 ഡേയ്സ് ക്ലാസ് ഇപ്പൊ റണ്ണിങ് ആണ്. അപ്പൊ നിങ്ങൾ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഒരു ജോയിൻ ബട്ടൺ കാണും, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 59 റുപ്പീസിന്റെ സിൽവർ ഓപ്ഷൻ ചൂസ് ചെയ്താൽ മതിയാവും കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ആദ്യം മുതലുള്ള ക്ലാസ്സുകൾ കിട്ടുന്നതായിരിക്കും. ഓക്കെ.